കർണാടകയിലെ ധർമ്മസ്ഥലം എന്ന് പറയുന്ന പ്രദേശം ഇപ്പം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ത്രീകളെ, ചെറിയ പെൺകുട്ടികളെയൊക്കെ തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ട് ആ മേഖലയിൽ എന്ന് പറഞ്ഞാൽ വാസ്തവം എന്തായിരിക്കും? അതിൽ വാസ്തവം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തെ നടുക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ജൂലൈ 3-ാം തീയതിയാണ് കർണാടകയിലെ ശ്രീ ക്ഷേത്രം ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ദേവസ്ഥാനമാണ്. അതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഹിന്ദുക്കളുടെ എന്ന് പറയുമ്പോൾ ക്ഷേത്രം ഹിന്ദുക്കളുടെ അല്ല, ജൈനമതക്കാരുടെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. പക്ഷേ അവിടെ മഞ്ജുനാഥനാണ്, ശ്രീചന്ദ്രപ്രഭു എന്ന് പറയുന്ന ശിവൻ്റെ പ്രതിഷ്ഠയാണ് പ്രധാനം. ശ്രീ പാർവതി അമ്മ വരൂ എന്ന പേരിലാണ് അവിടെ ഇരിക്കുന്നത്. ഇത് സ്വകാര്യ ക്ഷേത്രമാണ്, ഓർമ്മിക്കണം. 800 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്വകാര്യ ക്ഷേത്രം. അതിൻ്റെ ധർമാധികാരിയായിട്ടിരിക്കുന്നത് ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ, ഇപ്പോൾ രാജ്യസഭയിലെ MP ആണ്. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ വലിയ ക്ഷേത്രം ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വരുന്നു. നമ്മുടെ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ വലിയ പ്രസിദ്ധമല്ല. മലബാറിൽ നിന്നൊക്കെ ആളുകൾ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പോകും. കാരണം ബാംഗ്ലൂരിൽ നിന്ന് 294 കിലോമീറ്റർ അപ്പുറേ കുടുമയിലെ ബെൽത്തങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്തെ മല്ലാർമാടി ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. അവിടെ ഒരു ദളിത് ജീവനക്കാരൻ, ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി, അയാൾ വളരെ പെട്ടെന്ന് ജൂലൈ 3-ാം തീയതി അഭിഭാഷകരെ കൊണ്ട് ഒരു പരാതി തയ്യാറാക്കി അവിടുത്തെ പോലീസിന് കൊടുക്കുന്നു. ദക്ഷിണ കന്നഡ പോലീസിൻ്റെ SP-ക്ക് കൊടുക്കുന്നു. ഞാൻ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട്. 94 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് 100 കണക്കിന് മൃതദേഹങ്ങൾ, ഏതാണ്ട് 95% സ്ത്രീകളുടേത്, 12 വയസ്സ് മുതൽ വിവിധ പ്രായത്തിലുള്ള യുവതികളുടെ അടക്കമുള്ള മൃതദേഹങ്ങൾ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്, ഞാൻ കത്തിച്ചിട്ടുണ്ട്. അവസാനം 2005 ആയപ്പോൾ ഞാനിവിടുന്ന് ഓടിപ്പോയി. കാരണം എൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയും ഇത്തരമൊരു ദുരന്തത്തിന് ഇരയായി എന്നറിഞ്ഞപ്പോൾ ഞാൻ ജീവനും കൊണ്ട് ഓടിപ്പോയി. എൻ്റെ കുടുംബത്തെയും കൊണ്ട് ഞാൻ ഓടിപ്പോയി ഒരു അന്യ സംസ്ഥാനത്ത്, കർണാടകയുടെ അടുത്തുള്ള ഒരു സംസ്ഥാനത്ത് പോയി ഒളിവിൽ കഴിക്കും. ചിലപ്പോൾ കേരളമാവാം, തമിഴ്നാടാവാം, എവിടെ, ആന്ധ്രയാവാം, എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന് തിങ്ങുകയാണ്. എനിക്ക് തുറന്നു പറയണം. ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നില്ലേ, നമ്മുടെ നക്സൽ വർഗീസിൻ്റെ കേസിൽ രാമചന്ദ്രൻ നായർ എന്ന് പറഞ്ഞ CRPF ഭടൻ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് നക്സൽ വർഗീസിനെ ലക്ഷ്മണ പറഞ്ഞിട്ട് വെടിവെച്ച് കൊന്നത് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് കേസെടുത്തു. രാമചന്ദ്രൻ നായർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ ഇയാൾ പുറത്ത് വന്നിട്ട് പറയുകയാണ്, ഞാൻ കുറ്റകൃത്യത്തിൽ പങ്കാളിയായി. കൊലപാതകം ചെയ്യുന്നതിന് പോലെ തന്നെയാണ് കുഴിച്ചിടാൻ സഹായിക്കുന്നതും കുറ്റകൃത്യമാണ്. അയാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. കല്ലേരി എന്ന് പറയുന്ന സ്ഥലത്തെ പെട്രോൾ പമ്പിൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ ശരീരഭാഗത്തിൻ്റെ പലയിടത്തും രക്തം പുരണ്ടിട്ടുണ്ട്. അവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അവൾ സ്കൂൾ യൂണിഫോമിലായിരുന്നു. അവളുടെ ബാഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, കുഴിവെട്ടി മൂടാൻ പറഞ്ഞു. ഞാൻ ശുചീകരണ തൊഴിലാളിയാണല്ലോ ക്ഷേത്രത്തിലെ, ഞാൻ ദളിതനുമാണല്ലോ. അപ്പോൾ ദളിതരെ കൊണ്ട് ഇത്തരം ജോലികൾ ചെയ്യിക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ സൂപ്പർവൈസർമാരിലായ ചില ആളുകൾ വന്നിട്ടാണ് എന്നോട് ചെയ്യണം, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലൂ എന്ന് പറഞ്ഞു. ഞാൻ കുഴിവെട്ടി മൂടി. ഈ പെൺകുഞ്ഞിനെ അവളുടെ സ്കൂൾ ബാഗ് ഉൾപ്പെടെ ഞാൻ മൂടിക്കളഞ്ഞു. പിന്നീട് മറ്റൊരു സ്ത്രീയെ എൻ്റെ മുന്നിൽ ഇട്ട് ഒരു കസേരയിൽ ബന്ധിച്ചിരുന്നിട്ട് കൈകാലുകൾ ബലാത്സംഗം ചെയ്തതിന് ശേഷം കൈയും കാലും കെട്ടി ഒരു കസേരയിൽ കൈ കെട്ടിവെച്ചിട്ട് കൊന്നു. അതും ഞാൻ കുഴിച്ചിട്ടു. ഇങ്ങനെ 100 കണക്കിന് ചിലരുടെയൊക്കെ മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയിരുന്നു. ഞാനിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഇതുപോലെ കൊന്നു കുഴിച്ചു മൂടുന്നു പറഞ്ഞു. മിക്കവാറും എല്ലാ സ്ത്രീകളെയും ബലാത്സംഗം ചെയ്താണ് കൊന്നത്. ഇത് അവിടുത്തെ ഒരു പ്രമുഖന് ഉണ്ടായിരുന്ന പക കൊണ്ട്, ചില ആളുകളുള്ള പക വീട്ടാൻ വേണ്ടി ചെയ്തതാണ് എന്ന് മനസ്സിലാക്കുന്നു. അല്ലാത്ത താല്പര്യങ്ങളുമുണ്ട്. ഇയാൾക്ക് ഒരു പ്രമുഖൻ ചെയ്യുമ്പോൾ പ്രമുഖൻ്റെ ശിങ്കിടികളും ഇത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 അല്ല 2 അല്ല 10 അല്ല 100 അല്ല, ഇയാൾ പറയുന്നത് 100 കണക്കിന് ആളുകൾ. ഞാൻ നേത്രാവതി നദി ഈ ക്ഷേത്രത്തിന് സമീപത്തൂടെ ഒഴുകുന്നത്. നേത്രാവതിയുടെ തീരത്തൊക്കെ ശുചീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ആ നദീതീരത്ത്, കാട്ടിലൊക്കെ എനിക്കറിയാം ഈ സ്ഥലങ്ങളൊക്കെ, ഞാൻ കൊണ്ട് കാണിക്കാം എന്ന് പറഞ്ഞു. ഇത് ജൂലൈ 3-ാം തീയതി ഈ പരാതി കൊടുത്തിട്ട് പോലീസ് അനങ്ങിയില്ല. അവസാനം ഹിന്ദു ജാഗരൺ സഭയുടെ നേതാവായ മഹേഷ് ഷെട്ടി തിമാറോഡി ഈ വിവരം അറിഞ്ഞു. അയാളത്
അത് വലിയ പ്രശ്നമാക്കി മാറ്റിയപ്പോൾ ആദ്യമായി ഇത് പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് 18 ചാനലാണ്. ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. അവസാനം പോലീസിന് വലിയ സമ്മർദ്ദം വന്നു. ഹിന്ദു സംഘടനകൾ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ സിദ്ധരാമയ്യയോട് സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ പേരിനൊരു അന്വേഷണം നടത്തി 1-2 സ്ഥലത്ത് ഇയാളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞെടുത്ത് കുഴിച്ചപ്പോൾ തലയോട്ടികളും അസ്ഥികളും കിട്ടി. അപ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ടും ഈ കേസ് എഴഞ്ഞഴഞ്ഞ് നീങ്ങുകയാണ്. അപ്പം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ക്രൈമുകളിലൊന്ന്, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദു സ്ത്രീകളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്ന് കുഴിച്ചു മൂടാൻ വേണ്ടിയിട്ട് ഒരു ക്ഷേത്ര ജീവനക്കാരനെ ഉപയോഗിച്ചു. ഈ ആളുടെ പേരൊന്നും പുറത്തേക്ക് വരുന്നില്ല. ആരാണ് പ്രമുഖൻ എന്ന് ഇതിന് നേതൃത്വം കൊടുത്ത, ഇത്തരം പകവീട്ടലിൻ്റെ ഭാഗമായ ആളെ കൊല്ലാൻ പറഞ്ഞ പ്രമുഖൻ ആരെന്ന് ഇയാൾ ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഇയാൾ നോക്കണം, വെറുതെ വെള്ള പേപ്പറിൽ എഴുതി അയച്ചതല്ല. അഭിഭാഷകരെ കണ്ട് അവരെ കൊണ്ട് തയ്യാറാക്കിയിട്ടാണ് പരാതി കൊടുത്തത്. അയാൾക്ക് അത്രയും കുറ്റബോധമുണ്ട്. മാത്രമല്ല, എനിക്ക് ജീവന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കോടതിയുടെ ഒരിടപെടൽ വന്നതിൻ്റെ ഭാഗമായി ഇയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ഉത്തരവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോഴേ ആ ക്ഷേത്ര ജീവനക്കാർ നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ തന്നെ തടഞ്ഞു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അവർക്ക് അതിനകത്ത് എന്തോ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഉണ്ടാവാം. കാരണം അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ധർമാധികാരി രാജ്യസഭാംഗമാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു കോളേജുണ്ട്, SDM കോളേജുണ്ട്. ആ കോളേജിൽ 2012 സൗജന്യ എന്ന് പറയുന്നത് 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന രാജ്യസഭ MBA ഉൾപ്പെടെ ചില അലിഗേഷൻസ് ഒക്കെ വന്നു. പോലീസ് അന്വേഷിച്ചു. പക്ഷേ കേസ് ഇതുവരെ സൗജന്യ കൊലക്കേസ് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് ഈ കുറേ ആളുകൾക്ക് വന്നപ്പോൾ അവിടുത്തെ MPക്കും ഈ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി കുടുക്കിയതാവാം. പക്ഷെ അറിയില്ല, ഒരു ക്ഷേത്രത്തോട് വൈരാഗ്യമുള്ള ആളുകൾ MPയെ കൂടെ പെടുത്തിയേക്കാം എന്ന് പറഞ്ഞ് കൊടുത്തൊരു പരാതിയായിരിക്കാം. പക്ഷേ കേസിൻ്റെ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്താനായില്ല. പക്ഷേ സൗജന്യ കൊല്ലപ്പെട്ടു, അതറിയാം. 17 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളോട് നോക്കണം. അപ്പോൾ പെട്ടെന്ന് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലേ, അങ്ങനെയൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രമല്ല, ഈ മഞ്ജുനാഥ ക്ഷേത്രം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ഒരു സ്വകാര്യ ക്ഷേത്രമാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നവർക്ക് സൗജന്യ താമസം കിട്ടും, സൗജന്യ ഭക്ഷണം കിട്ടും. അതുകൊണ്ട് നിരന്തരം ഒരുപാട് ആളുകൾ വരുന്ന, അവിടെ സ്ഥിരമായി അവിടെ കൂടുന്നവരുണ്ട്. അപ്പോൾ അവിടെ വന്നുപെടുന്ന ആളുകൾ ഈ ഇരകളായിട്ടുള്ള സ്ത്രീകൾ ആരാണ്? ക്ഷേത്രത്തിൽ വന്നവരാണോ, പിന്നെ ഏതോ ഒരാളുടെ പക എന്ന്, അത് ഇയാൾ പോലീസിൽ കൊടുത്ത പരാതിയിൽ പേരുകൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നും പുറത്തു വന്നിട്ടില്ല. ഒരാൾ പക വീട്ടാൻ വേണ്ടി അയാൾ അനുചരന്മാരെ ഉപയോഗിച്ച് നടത്തുന്ന കൊലപാതകങ്ങളാണെന്ന് പരാതി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഏതായാലും ഈ ഒരു വിവാദമുണ്ടായി ഒരു ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താൻ, കാരണം ക്ഷേത്രവുമായി ഇതിന് ബന്ധമൊന്നുമില്ല, ക്ഷേത്രത്തിൽ നടന്ന കൊലയോ ഒന്നുമല്ല. ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയെ സംബന്ധിച്ച് ഈ സൗജന്യ മർഡർ കേസിൽ ചില കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞു എന്നെങ്കിലും അതിന് തെളിവൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും അദ്ദേഹം ധർമാധികാരിയാണ്, നല്ല രീതിയിൽ ക്ഷേത്രം നടന്നു പോകുന്നുണ്ട്, അതിനൊന്നും തർക്കമില്ല. കാരണം ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന ക്ഷേത്രമാണ്. ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ക്ഷേത്രത്തിൽ കൊല നടത്തി എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന ചില സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അവർ ഹിന്ദു മത വിശ്വാസങ്ങൾക്കും ക്ഷേത്ര സങ്കല്പങ്ങൾക്കും എതിരെ നിൽക്കുന്ന ആളുകളാണ് ഇത്തരം ദുർവ്യാഖ്യാനം ചെയ്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊലകൾ എന്ന തരത്തിൽ വാർത്ത വരുന്നത്. ക്ഷേത്രവുമായി ബന്ധമൊന്നുമില്ല. കാരണം ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനായിട്ട് ഒരു ക്ഷേത്ര ജീവനക്കാരനെ ഉപയോഗിച്ചു എന്ന് മാത്രമാണ് ആക്ഷേപം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പറയുന്ന ഇതിനു വേണ്ടിയിട്ട് പ്രക്ഷോഭരംഗത്ത് ഇറങ്ങിയത് ഹിന്ദു ജാഗരൺ സമിതിയുടെ നേതാവുമാണ്. അപ്പോൾ ഇത് ഹിന്ദു സംഘടനയോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങളല്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് കണ്ടില്ലേ ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുടെ ഉദ്ദേശം വേറെയാണ്. ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് ഒരാൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതിലൊരാൾ ഈ ക്ഷേത്രത്തിൻ്റെ ധർമാധികാരി ഒരു രാജ്യസഭ MP ആയിട്ടുള്ള ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെ ആയതുകൊണ്ട് അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ മനഃപൂർവ്വം തേജോവധം ചെയ്യാനും വലിച്ചിഴയ്ക്കാനും ആക്ഷേപിക്കാനും ഡിഫൈം ചെയ്യാനുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡെക്ക് എതിരെ ഇപ്പോൾ പറയുന്നത്. കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാജ്യസഭ MP, രാജ്യം പത്മവിഭൂഷൺ കൊടുത്ത ആളാണ്. അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളെ കുറിച്ച് അപവാദം പറയാൻ ചില ദുഷ്ടശക്തികൾ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ഥലത്ത് നടന്ന കൊലപാതകങ്ങൾ അവിടെ ഒരു ക്ഷേത്രമുള്ളത് കൊണ്ട്, ഇപ്പൊ ഗുരുവായൂർ ഒരു കൂട്ടക്കൊല നടന്നാൽ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ. ശ്രീക്ഷേത്രം ധർമ്മസ്ഥല, അവിടെ മഞ്ജുനാഥ ക്ഷേത്രം അവിടെ ഉണ്ട്. അതിരിക്കുന്ന സ്ഥലത്ത് ആണ് ഇങ്ങനൊരു വിവാദം ഉണ്ടായത്. അവിടുത്തെ ഒരു സ്റ്റാഫ്, ഒരു സാനിറ്റേഷൻ
വർക്ക് ചെയ്യുന്ന ഒരാളാണ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത് ക്ഷേത്രത്തെ കണക്ട് ചെയ്യാനുള്ള ശ്രമം ബോധപൂർവം ഹിന്ദുക്കൾക്കെതിരെയുള്ള ഒരാക്ഷേപമാണ്. അത് നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഇന്നലെ നമ്മൾ ABCD സംബന്ധിച്ച് ചെയ്തപ്പോഴത്തേക്ക് കുറേ സുഡാപ്പികൾ, ഫണ്ടമെൻ്റൽ ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ടല്ലേ, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. കാരണം ഒരു ക്ഷേത്രം ഉള്ളതുകൊണ്ട് ആ സ്ഥലം അങ്ങനെ അറിയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് നെല്ലിയാടി ബീഡു എന്ന് പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ജൈന മതത്തിൻ്റെ മേധാവിയായ ശ്രീ ബിർമന്ന പർഗഡയുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ തലമുറയാണ് വീരേന്ദ്ര ഹെഗ്ഡെ. ശ്രീ ബിർമന്ന പർഗഡയും ഭാര്യ അമ്മു ബല്ലാൾത്തിയുമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് 2-3 പേര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും ധർമ്മം നടത്താനും സ്ഥലം വേണം, നിങ്ങളുടെ വീട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാകെ നിന്നപ്പെട്ടു. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേണമെന്ന് ഇവർ ചോദിക്കുകയാണ്. എന്നാലും അവർ ഭക്തിയാദരപൂർവ്വം അവരെ സ്വീകരിച്ചു. എന്നിട്ട് അവർ കിടന്നുറങ്ങിയപ്പോൾ രാത്രിയിൽ അവർക്ക് ഭഗവത് ദർശനം ഉണ്ടായിട്ട് പറഞ്ഞു, ഈ വന്നിരിക്കുന്നത് ധർമ്മദേവതകളാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ വീട് അവർ പറഞ്ഞതുപോലെ അവർക്ക് വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്ത് നിങ്ങൾ വേറെ വീട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ സ്വപ്ന ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ചോദ്യം ചെയ്യാനൊന്നും പോകാതെ ഇവർ ബിർമന്ന പർഗഡയും അമ്മു ബല്ലാർത്തിയും കൂടെ വീട് വന്നവർക്ക് വിട്ടുകൊടുത്തു. അവിടെ കാളരാഹു, കല്ലാർക്കൈ, ശ്രീ കുമാരസ്വാമി, ശ്രീ കന്യാകുമാരി എന്നിവരുടെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവർ ജൈനരാണല്ലോ, ജൈനരുടെ വീട് അവരാ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു ഉപദേശം കിട്ടി. ജൈനമതക്കാരാണ് കൈകാര്യം ചെയ്തതെങ്കിലും പൂജകൾ മാധവ വൈഷ്ണവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞു, ബ്രാഹ്മണരെ കൊണ്ട് ചെയ്യിക്കാൻ. അപ്പോൾ ക്ഷേത്രം ആരുടെയാണ്? ജൈനരുടെ. പൂജ നടത്തുന്നത് ബ്രാഹ്മണർ, വൈഷ്ണവരായിട്ടുള്ള ബ്രാഹ്മണർ. അങ്ങനെ അവിടെ പൂജയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഇതുപോലെ പറഞ്ഞ് അവിടെ ഒരു ശിവലിംഗം കൂടെ സ്ഥാപിക്കണം, മഞ്ജുനാഥനെ സ്ഥാപിക്കണം. മഞ്ജുനാഥൻ ശിവനാണ്. അങ്ങനെയാണ് ശിവലിംഗ പ്രതിഷ്ഠ അവിടെ നടത്തുന്നത്. ശിവൻ്റെ അവതാരമാണ് നീതിയുടെ സ്ഥലം എന്നാണ് ധർമ്മസ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഈ മഞ്ജുനാഥ ക്ഷേത്രം വന്നത്. കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതാണ് മഞ്ജുനാഥ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അത് ഒരുപാട് ഈ പറയുന്ന പോലെ ഇപ്പോൾ വീരേന്ദ്ര ഹെഗ്ഡെയുടെ കാലത്ത് ഈ ക്ഷേത്രം വല്ലാതെ അഭിവൃദ്ധിപ്പെട്ടു, വല്ലാതെ ഫ്ലറിഷ് ചെയ്തു. അതിൻ്റെ സമ്പത്തും അതിൻ്റെ ആളുകളുടെ വരവും ഒക്കെ നന്നായി നോക്കി അദ്ദേഹം ധർമാധികാരിയായതിനു ശേഷമാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഫ്രീ ഫുഡ് കൊടുക്കുന്നു, താമസിക്കാൻ സ്ഥലം കൊടുക്കുന്നു. അങ്ങനെ വളരെ നന്നായി നടക്കുന്ന ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അവിടെ പോകുന്നത്? പിന്നെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്ര സങ്കല്പം പോലെയല്ലല്ലോ കർണാടകയിലേക്കുള്ളത്. അപ്പോൾ ഏതായാലും ആ ക്ഷേത്ര പരിസരത്ത്, ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രദേശം, ക്ഷേത്രം ഇരിക്കുന്ന സറൗണ്ടിങ് പ്ലേസസിൽ നടന്നിട്ടുള്ള ഒരു ക്രൈമാണിത്. ഈ ക്രൈം നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ടെമ്പിൾ സ്റ്റാഫിൻ്റെ വെളിപ്പെടുത്തലിനെ അന്വേഷിച്ച് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടോ, ഇപ്പോൾ 1-2 സ്ഥലത്തു നിന്നാണ് ഈ അസ്ഥികളും മറ്റും കിട്ടിയത്. അത് കണ്ടെത്തി അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കേണ്ട ഒരു ബാധ്യത, ഉറപ്പാക്കേണ്ട ബാധ്യത കർണാടക സർക്കാരിനുണ്ട്. അതിലേക്ക് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ശിവൻ്റെ അവതാരമാണ് അവിടെ ഇരിക്കുന്നത് മഞ്ജുനാഥൻ. ശ്രീ ചന്ദ്രപ്രഭുവാണ്. മാത്രമല്ല ധർമ്മസ്ഥലം എന്ന് പറഞ്ഞാൽ നീതിയുടെ സ്ഥലമെന്നാണ്. അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട് കുട്ടികളും സ്ത്രീകളും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നീതി സ്ഥാപിക്കപ്പെടണമെന്നും ഭഗവാന്റെ നിശ്ചയമായിരിക്കും. അത് സംഭവിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ.